3 സീറ്റുകൾ LDF-നോട് ആവശ്യപ്പെടുമെന്ന് INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ 24-നോട്. താൻ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. തോറ്റ സീറ്റുകൾ വെച്ചു മാറണമെന്ന് അണികൾക്കും ആഗ്രഹമുണ്ടെന്ന് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. തെറ്റിദ്ധരുത്തി അബ്ദുൽ വഹാബ് പക്ഷത്തിന് മടങ്ങി വരാമെന്നും അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കുന്നു. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷിന്റെ റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കുകയാണ്. എല്ലാ മുന്നണികളും INL എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യം വിശദീകരിക്കാൻ ശ്രീ അഹമ്മദ് ദേവർകോവിൽ നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ LDF കൂടി ചേരാനിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഈ തവണ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും? എല്ലാ പാർട്ടി ഘടകകക്ഷികളും വിശദമായി താഴെത്തട്ടിൽ വരെ ചർച്ചകൾ നടത്തി പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ടായി LDF-ന് സമർപ്പിക്കണമെന്നാണ്. ആ യോഗം 9-ാം തീയതി ചേരുന്നുണ്ട്. അപ്പോൾ ആ യോഗത്തിൽ വിശദമായി ഞങ്ങൾ റിപ്പോർട്ടുകൾ ഞങ്ങൾ സമർപ്പിക്കും. തുടരാനാണോ സാധ്യത? അങ്ങേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. INL നേരത്തെ 3 സീറ്റിലാണ് മത്സരിച്ചു കൊണ്ടിരുന്നത്. 3 സീറ്റുകളിലും ഞങ്ങൾ പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ LDF യോഗത്തിന് ശേഷം വിശദമായി സംസാരിക്കാൻ കഴിയും. പരാജയപ്പെട്ട 2 സീറ്റുകളുണ്ടല്ലോ, അത് മാറ്റി നൽകണം എന്നൊരു താല്പര്യം പാർട്ടിക്കുണ്ടോ? വിജയസാധ്യതയാണ് ഏറ്റവും പ്രധാനം. സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ കഴിവുകൾ ചിലപ്പം പരിശോധിക്കേണ്ടതായിട്ട് വരും. മണ്ഡലത്തിൻ്റെ സ്വഭാവം പരിശോധിക്കേണ്ടതായി വരും. മുന്നണികളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. മറ്റു പല സാഹചര്യങ്ങളും നമുക്കറിയാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞുള്ള പുതിയ ചില സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാവും ഒരു മുന്നണി എന്ന നിലക്ക് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുക. താങ്കൾ മത്സര രംഗത്തുണ്ടാവും? അതൊക്കെ എൻ്റെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ആദ്യം INL ഏതൊക്കെ സീറ്റെന്ന് വ്യക്തമാക്കണം. അതിനുശേഷം ആര് മത്സരിച്ചാലാണ് ഏത് സീറ്റിൽ കൂടുതൽ സാധ്യത എന്ന് പരിശോധിക്കണം. അതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് മത്സര രംഗത്തേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയും. എന്നാലും കഴിഞ്ഞ തവണ നല്ല ടൈറ്റ് ഫൈറ്റിൽ അങ്ങ് പിടിച്ചെടുത്തൊരു സീറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു തുടർച്ച പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് പുറത്ത് പറയലായിരിക്കും ഭംഗി എന്നെനിക്ക് തോന്നുന്നു. ഞാനെന്തായാലും മണ്ഡലത്തിൽ സജീവമായി തന്നെ ഉണ്ട്. ഇപ്പോൾ അബ്ദുൽ വഹാബ് വിഭാഗം INL-നൊപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ട് സീറ്റ് കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ആശങ്ക അങ്ങേ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തനം ആര് നടത്തിയാലും അവർക്കെതിരെ നടപടി ഉണ്ടാകും. ആ ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, അവർ നമ്മളോടൊപ്പം സഹകരിച്ചു കൊണ്ട് പോവുകയാണ്. ആ സഹകരണത്തിന് ഒബ്ജക്ഷൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി അതല്ല, അവർക്ക് ആർക്കെങ്കിലും INL-ലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അതുകൂടി ആലോചിക്കാവുന്നതാണ്. ഇന്നിപ്പോൾ LDF ചേരുമ്പോൾ INL-നെ കൃത്യമായിട്ട് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാജയത്തിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, അതായത് ഏതൊക്കെ സീറ്റ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ശേഷമായിരിക്കും ഒരു ചർച്ച ഉണ്ടാവുക എന്നുള്ളതാണ് ശ്രീ അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കുന്നത്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.